അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഹബീബായ തങ്ങളും സഹാബത്തും ഹുദൈബിയ സന്ധി നടന്ന സ്ഥലത്ത് അവർ വന്ന് വിശ്രമിച്ച സ്ഥലവും സഹാബാക്കൾ ഹബീബായ തങ്ങളോട് ബൈഅത്ത് ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഹുദൈബിയയിലെ പഴയ പള്ളിയാണ്. ഈ ഭാഗത്തായിരുന്നു അവർ ഒരുമിച്ച് കൂടിയ മറ്റേ മരവും അതൊക്കെ സ്ഥിതി ചെയ്തത്. അതിപ്പോൾ വെട്ടിമാറ്റി ആ സ്ഥാനത്താണ് ഇപ്പോൾ കാണുന്ന പുതിയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പണ്ടത്തെ പള്ളിയുടെ ചില ഭാഗങ്ങളൊക്കെ മാത്രമാണ് ഇവിടെ അവശേഷിപ്പിച്ചിട്ടുള്ളൂ. ചെറിയൊരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ആ പള്ളിയുടെ പഴയ ഭാഗങ്ങൾ കാണാം. ആ സ്ഥാനത്ത് പണ്ട് കാലത്ത് നിർമ്മിച്ച പഴയ പള്ളിയും അതിൻ്റെ കെട്ടും കല്ലും ആ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ ഭാഗത്തായിരുന്നു ഹബീബായ തങ്ങളും സഹാബത്തും ഇവിടെ സൂറത്തുൽ ഫതഹിൽ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത ഷജറത്തി എന്ന് പറയുന്ന ആയത്തിൽ പരാമർശിച്ച ആ മരവും അതിൻ്റെ ചുവട്ടിലിരുന്നായിരുന്നു ഹബീബായ തങ്ങളും സഹാബത്തും ആ കരാറുകളൊക്കെ ഏർപ്പെട്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഇവിടെ വരാനും അത് കാണാനും പടച്ച തമ്പുരാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ സ്ഥലത്ത് വെച്ചാണ് സൂറത്തുൽ ഫതഹ് ഇറങ്ങിയത്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, വലിയ ബറക്കത്തുള്ള സൂറത്താണ്. ഇതാണ് ഹുദൈബിയ പള്ളിയുടെ പരിസരവും അതിൻ്റെ ഭാഗങ്ങളൊക്കെ. പടച്ചവൻ ഇവിടെ എല്ലാവരും എത്തിക്കട്ടെ. ഈ പുണ്യമായ മണ്ണിൽ എല്ലാവർക്കും വരാനും ഇത് കാണാനും ഇതിൻ്റെ ബർക്കത്തുകൾ കരസ്ഥമാക്കാനും പടച്ച തമ്പുരാൻ നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.